ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു വിടാനായിട്ട് അവിടെ നിന്ന് ഒരാൾ വന്നായിരുന്നു. അദ്ദേഹം ലീവ് കഴിഞ്ഞിട്ട് പോവാം കേട്ടോ. അപ്പോൾ കൊടുത്തു വിടാനായിട്ട് കുറച്ച് കേരള ചിപ്സും പിന്നെ കുറച്ച് സാധനങ്ങളുമൊക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ മരുന്നുണ്ടായിരുന്നു, കുറേ മെഡിസിൻസ് വേണമായിരുന്നു. കാരണം അവിടെ മെഡിസിൻസ് ഒന്നുമില്ല. മെഡിസിൻസ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ അസുഖങ്ങൾക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. നമ്മുടെ പനി പോലുള്ള തൊണ്ടവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സഹിച്ചത് മാറ്റുക എന്ന് പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് മരുന്നുകളൊക്കെ ഗ്യാസിൻ്റെയും അങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തു വിടാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അച്ചാറും ഒക്കെ ചെയ്തത്. കുറച്ച് സമയമുള്ളായിരുന്നു എനിക്ക് ക്ലാസ്സിന് പോയിട്ട് വരുമ്പം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഒരു നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ മൂന്നും കൂടെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. മോനും ഞാനോടാണ് ഇത് പാക്കൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, എന്തായാലും എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ എയർപോർട്ടിൽ വെച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് കുറേയേറെ സാധനങ്ങൾ തിരിച്ച് മാറ്റേണ്ടി വന്നു. കാരണം പ്രത്യേകിച്ച് ചീനി ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് 1 വർഷത്തോളമായി ചീനിയൊക്കെ തിന്നിട്ട്. അപ്പം ചീനി നാട്ടിൽ വന്ന ആളോട് എങ്ങനെയെങ്കിലും ഇച്ചിരി ചീനി ഉണക്കമീനൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും 1.5 കിലോ ചീനി കൊണ്ടുപോയി. പിന്നെ കുറച്ച് കാന്താരിമുളക് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ടുപോയി. ഉണക്കമീനും കൊണ്ടുപോയി. മെഡിസിൻസ് കുറേ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ എന്താ പറയുക, ഇത്രയും ചീനി കുറച്ച് ഒരാൾക്ക് 6 എണ്ണം വീതം എന്തായാലും ചീനി പുഴുങ്ങിയത് കിട്ടി. മുളക് ഉടച്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളിന് ശേഷം കേരളത്തിലെ ഫുഡ് കഴിച്ചപ്പോഴത്തേനും എല്ലാവർക്കും എന്താ പറയുക, തൃപ്തിയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടുത്തെ ബന്നും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അങ്ങനത്തെ ഫുഡൊക്കെയാണ് അവിടുത്തേത്. അതുകൊണ്ട് തന്നെ ഗ്യാസും പിടിച്ച് ആകെ പ്രശ്നമായിട്ടിരിക്കുക എല്ലാവരും. ഇപ്പോൾ ഇതങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് വയറിന് ഭയങ്കര ആശ്വാസമായെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം കേട്ടോ. അവർക്ക് നമ്മൾ ആ ഒരു ഫുഡ് അങ്ങോട്ട് കൊടുത്തു വിടുമ്പോൾ അവരത് കഴിച്ചിട്ട് എന്താ പറയുക, അവരുടെ ആ ഒരു തൃപ്തി നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ അതിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യണേ.